തമിഴ്നാട്ടിലെ മദ്യപാനികൾക്ക് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ടാസ്മാക് മദ്യവിൽപ്പനശാലകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 2320 ബാറുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടി. നിലവിലുണ്ടായിരുന്ന ബാർ ലൈസൻസുകളുടെ കാലാവധി ജൂൺ 30 അവസാനിച്ച സാഹചര്യത്തിലാണ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ കർശന ഉത്തരവ് നൽകിയത്. കാലാവധി ഇനി നീട്ടി നൽകേണ്ടതില്ലെന്നും പുതിയ ടെൻഡറുകൾ ക്ഷണിച്ച് സുതാര്യമായ വ്യവസ്ഥകളോടെ മാത്രമേ ഇനി ലൈസൻസ് അനുവദിക്കൂ എന്നും മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മദ്യനിരോധന എക്സൈസ് വകുപ്പ് മന്ത്രി കെ വിഘ്നേഷിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ടാസ്മാക് ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത്. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ബാറുകൾ അടച്ചിടുന്നത് വഴി സംസ്ഥാന സർക്കാരിന് പ്രതിമാസം 400 കോടി രൂപയുടെ വരെ വരുമാന നഷ്ടം ഉണ്ടായേക്കാം എന്നാണ് ടാസ്മാക് വൃത്തങ്ങൾ പറയുന്നത്. തമിഴ്നാട് സർക്കാരിന് ഏറ്റവും വലിയ വരുമാനം നൽകുന്ന ഒന്നാണ് ടാസ്മാക്. നിലവിൽ സംസ്ഥാനത്തുടനീളം 4048 ചില്ലറ മദ്യവിൽപ്പനശാലകളാണ് ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. പ്രതിദിനം ശരാശരി 150 കോടി രൂപയുടെ മദ്യവിൽപ്പന നടക്കുന്നതാണ് ഈ ശൃംഖല. സംസ്ഥാന ഖജനാവിലേക്ക് വലിയ തോതിൽ പണമെത്തിക്കുന്ന പ്രധാന വരുമാന മാർഗമാണ്. എന്നാലും അധികാരമേറ്റ ഉടൻ തന്നെ മദ്യനിരോധന നയങ്ങളുടെ ഭാഗമായി വലിയ തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി വിജയ് കൈക്കൊണ്ടത്. അതിന്റെ ആദ്യപടിയായി ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള 700-ലധികം ടാസ്മാക് മദ്യശാലകൾ അടച്ചുപൂട്ടാൻ അദ്ദേഹം ഉത്തരവിട്ടിരുന്നു. തമിഴ്നാട്ടിലെ പഴയ നിയമപ്രകാരം 50 മീറ്റർ മാത്രമായിരുന്ന സ്ഥാനത്താണ് ദൂരപരിധി 500 മീറ്ററാക്കി വിജയ് സർക്കാർ ഉയർത്തിയത്. 2024 ജനുവരിയിലാണ് ഇപ്പോഴുള്ള ബാർ നടത്തിപ്പുകാർക്ക് 2 വർഷത്തേക്ക് ലൈസൻസ് അനുവദിച്ചത്. ഈ വർഷം ജനുവരിയിൽ ഈ ലൈസൻസ് കാലാവധി അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ കണക്കിലെടുത്ത് മുൻ സർക്കാർ ഇത് ജൂൺ വരെ നീട്ടി നൽകുകയായിരുന്നു. ഈ നീട്ടി നൽകിയ കാലാവധിയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ബാറുകൾ പെട്ടെന്ന് പൂട്ടിയതോടെ മദ്യശാലകൾക്ക് മുന്നിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും ജീവനക്കാർക്കുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല തമിഴ്നാട്ടിലെ മദ്യത്തിന്റെ ഉപയോഗം. പലരും മദ്യം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണ്. ബിവറേജിൽ നിന്നും വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കുടിക്കുന്ന ശീലം തമിഴന്മാരിൽ പലർക്കും ഇല്ല. ഇപ്പോൾ ബാറുകൾ ഇല്ലാത്തതിനാൽ ഇവർ കടകൾക്ക് മുന്നിലോ പൊതുവഴികളിലോ വെച്ച് തന്നെ മദ്യപിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് പൊതുശല്യമായി മാറാതിരിക്കാൻ പോലീസിന്റെ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടാകണമെന്നും ടാസ്മാക് ജീവനക്കാർ ആവശ്യപ്പെടും. പൊതുസ്ഥലങ്ങളിൽ മദ്യപിക്കുന്നവർക്കും മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കും എതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് എക്സൈസ് വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.